നീ തിരിച്ച് വീട്ടിലോട്ട് തന്നെ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ റിയൽ ലൈഫ് സ്റ്റോറി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ട്രിപ്പ് പോകുന്നത് ഈ വണ്ടിയിലാണ് കേട്ടോ. നമ്മൾ 6 പേരും കൂടിയാണ് ഈ വണ്ടിയിൽ പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമ്മൾ ഇവിടുന്ന് പോകുന്ന വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ നമ്മൾ ഏത് സ്പോട്ടിലാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ എത്താറായപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തത്. അല്ല നമ്മളൊരു വീഡിയോ ഒത്തിരി ലാഗാവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിട്ടുള്ളത് ഒരു അമ്പലത്തിലാണ് കേട്ടോ. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു മുന്തിരിത്തോപ്പാണ്. നമ്മൾ കമ്പം ആ ഏരിയ എത്തിക്കഴിഞ്ഞാൽ ഫുള്ള് മുന്തിരിത്തോപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ തന്നെ ഈ അമ്പലത്തിലെ ഒരു മെയിൻ പ്രതിഷ്ഠ, ശിവൻ്റെ പ്രതിഷ്ഠ നമുക്ക് വരുന്ന വഴിയിൽ തന്നെ കാണാൻ പറ്റും. അമ്പലത്തിൽ തന്നെയാണ് പ്രതിഷ്ഠ, പക്ഷേ അതിൻ്റെ ആ ഒരു ഹൈറ്റ് കാരണമാണ് നമുക്ക് വരുന്ന വഴിയിൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാണ്. ഇവിടെ ഇറങ്ങി പ്രാർത്ഥിച്ചു. പിന്നെ അവിടെ ആ ഏരിയ ഫുള്ളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കണ്ടു കേട്ടോ. ഇവിടെ ഈ ഒരിതാണ് നമ്മൾ വരുന്ന വഴി കാണുന്ന വലിയൊരു പ്രതിഷ്ഠയാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏതായാലും വന്നല്ലെന്ന് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി തൊഴുതു. നമ്മളവിടെ ഒന്ന് കയറി തൊഴുതിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തൊക്കെ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. അതിൻ്റെ പരിസരവും മറ്റു ഏരിയയിലെല്ലാം ജസ്റ്റ് ഒന്ന് പോയി കണ്ടു. കുറേ പ്രതിഷ്ഠകളുണ്ട് കേട്ടോ, കുറേ പ്രതിഷ്ഠകളുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ എല്ലാം ഒന്ന് ജസ്റ്റ് കണ്ടിട്ട് തിരിച്ചിങ്ങനെ ഇറങ്ങി കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർ വഴിപാടായിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. ഇവിടെ താഴോട്ട് ഉള്ള സ്പേസ് ഫുൾ ബ്ലാങ്ക് സ്പേസാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വഴിപാടായിട്ട് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയതിനായിട്ട് സുരുളി വാട്ടർഫാളിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ വണ്ടി അവിടെ ഒതുക്കിയിട്ട് നമ്മൾ നടന്നു പോവാൻ. അതിന് പോകുന്ന വഴി 2 സൈഡിലും ഷോപ്പുണ്ട് കേട്ടോ. ഷോപ്പെന്ന് പറഞ്ഞാൽ വലിയ ഷോപ്പുകളല്ല, എന്നാലും ഇങ്ങനെ ടോയ് ഷോപ്പ്, ഡ്രസ്സിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഷോപ്പായിട്ടല്ല, അല്ലാതെ പിന്നെന്താ കഴിക്കാൻ കരിക്ക്, അങ്ങനെ ചക്ക, മാങ്ങ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ അമ്പലമുണ്ട്. അമ്പലത്തിലേക്ക് ഒരുപാട് സാധനങ്ങൾ, മാലകൾ, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ എൻട്രൻസ് നമ്മൾ കയറി. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ച് കഴിക്കാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളോട് പറഞ്ഞു അവിടെ നിന്ന് കഴിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ അകത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും കുരങ്ങന്മാരുടെ നല്ല ശല്യമാണ്. നമ്മൾ കൊണ്ടുവന്ന സാധനം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് അവിടെ നിന്ന് മേടിച്ച സാധനങ്ങളെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത് കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ റൈറ്റ് സൈഡിലായിട്ടൊരു പാർക്കുണ്ട്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്ന മരങ്ങളാണ് കേട്ടോ. നിറയെ കാട്ടുമരങ്ങളാണ്, പക്ഷെ അത് വർഷങ്ങളായിട്ടുള്ള മരങ്ങളാണ്. അപ്പം അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. നമ്മളിനിയിപ്പം ആദ്യം പാർക്കിലേക്കാണ് പോകുന്നത്. നമ്മളങ്ങോട്ട് പോകുമ്പോൾ തന്നെ അവിടെ ഒരു കുരങ്ങ് വന്ന സൈഡിലിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറയണ ഫോൺ മാറ്റി പിടിച്ചോ അല്ലെങ്കിൽ ഫോൺ അടിച്ചുകൊണ്ട് പോകുമെന്ന് പറയാനായിട്ട് ചേട്ടായിട്ട്. കാരണം ചേട്ടാ എന്നെ വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരുന്നത് കുറേയൊക്കെ. അപ്പം നമ്മൾ വീണ്ടും തന്നെ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് ഒരെണ്ണം അല്ല, അതിൻ്റെ പുറകെ കുറേ എണ്ണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആളോട് പറഞ്ഞപ്പം ഫോൺ മാറ്റി പിടിക്കാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ പോവാണ്. പിന്നെ അത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ ഒരു ചേച്ചി പറഞ്ഞാൽ അതിൻ്റെ എടുക്കരുത്, ചിലപ്പോൾ നമ്മൾ മാന്തി പറിക്കും, ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ കേട്ടോണ്ട് പിന്നെ അവിടെ അധികം നിന്നില്ല. ഞങ്ങളിങ്ങ് മുന്നോട്ട് നടന്നു. പിന്നെ നമ്മൾ പാർക്കിൽ കയറി. വലിയൊരു പാർക്കൊന്നും അല്ല കേട്ടോ, ചെറിയ റൈഡ്സും പിന്നെ പിള്ളേർക്കൊക്കെ പറ്റിയ പാർക്കാണ്. പിന്നെ അവിടെയും ഈ പറഞ്ഞ പോലെ കുരങ്ങന്മാർ മരത്തിൻ്റെ മണ്ടയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് നിമിഷവും ഒരു അറ്റാക്ക് പ്രതീക്ഷ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ. കാരണം ഫുഡ് നമ്മുടെ കൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ അടുത്ത് വന്ന് അത് തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. പിന്നെ ഈ പാർക്കിൽ കയറാൻ നമുക്ക് എൻട്രൻസ് ഫീ ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടേക്കാണ്. നമുക്ക് അവിടെ കയറി കുറേ നേരം വിശ്രമിക്കാം.
പിന്നെ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഏത് സ്ഥലത്തു നിന്ന് അറ്റാക്ക് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ട ആ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ കുരങ്ങന്മാർ നടക്കുന്നുണ്ട്. ഒരാളിത് ആരോ ഉപേക്ഷിച്ചിട്ട് പോയ ജ്യൂസ് കുടിക്കാനുള്ള തത്രപ്പാടിലാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ പോയി. അതിൻ്റെ നിന്ന് ഞങ്ങൾ വിചാരിച്ചു കിട്ടുമായിരിക്കുന്നു, പക്ഷേ അതൊന്നും ഒച്ച വെച്ച് പേടിപ്പിച്ച് വിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ആളിങ്ങ് പോയിരുന്നു. അതിനെ കുപ്പി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾ പോയതാണ്, പക്ഷേ അവൻ വിചാരിച്ച് അവൻ്റെ നിന്ന് ജ്യൂസ് തട്ടിപ്പറിക്കാൻ പോയതാണ്. പിന്നെ അവൻ പഠിച്ച പണി 18 നോക്കിയിട്ടത് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇതാണ് കേട്ടോ നമ്മൾ വാട്ടർഫാളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ. ഇവിടെ നമ്മൾ പാസ് എടുക്കണം. എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 30 രൂപയാണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാസ് എടുത്തിട്ട് വേണം അകത്തോട്ട് പോകാൻ. അപ്പോൾ അവിടെ ഒരു ബസ് കണ്ടില്ലായിരുന്നു. ആ ബസ്സിൽ വേണം നമുക്ക് പോകാം, പക്ഷേ ഞങ്ങൾ നടന്നാണ് പോയത്. അപ്പോൾ ബസ്സിൽ കയറുകയാണെങ്കിൽ അതിന് എക്സ്ട്രാ ടിക്കറ്റ് ഉണ്ട്, പക്ഷേ 20 പേരാകാതെ ബസ് നമുക്ക് അവിടെ നിന്ന് എടുക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങളങ്ങ് നടന്നു. പക്ഷെ നടന്നു വന്നതാണ് നല്ലത്, കാരണം ആ ഏരിയ ഞാൻ പറഞ്ഞ പോലെ മരങ്ങളും ഒക്കെ കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു നേച്ചർ ബ്യൂട്ടി തന്നെ ആസ്വദിച്ച് പോകാൻ പറ്റുമായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്ന വഴിക്ക് ഒരു മരത്തിന് മണ്ടേ കുറേ മലയണ്ണാൻ ഇങ്ങനെ കിടന്നുറങ്ങുവാണ് കേട്ടോ. ഇതിൻ്റെ മണ്ടയ്ക്ക് മരത്തിൻ്റെ മണ്ടയിൽ സുഖമായിട്ട് കിടന്നുറങ്ങുമോ. ഞാൻ ആദ്യം ഒരെണ്ണത്തിനെ കണ്ടുള്ളൂ, പിന്നെ അതിൻ്റെ മുകളിലോട്ടുള്ള കൊമ്പിൽ നിറച്ച് ഇതിങ്ങനെ കിടന്നുറങ്ങാണ്. ഇനി പോകുന്ന വഴിയാണിത്. അതിൽ സൈഡിലെല്ലാം ഇങ്ങനെ ചെറിയ അരുവി എന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്ന മെയിൻ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന ഒരു വാട്ടർ സോഴ്സാണത്. പിന്നെ നടന്ന് പോകുന്ന വഴിക്കെല്ലാം തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്ത് പോകാനുള്ള ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറേ നടന്നിട്ടാണ് ലാസ്റ്റിലെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോയിൻ്റായ സുരുളി വാട്ടർഫോളിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ. അത് കയറാൻ വേണ്ടിയിട്ടും കുറേ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി വേണം നമ്മൾ ആ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മളൊരു ഫ്രൈഡേ ആണ് കേട്ടോ ട്രിപ്പ് പോയത്, പക്ഷെ എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ, അത്യാവശ്യം തിരക്കുണ്ട്. ഫ്രൈഡേ ആയിട്ട് കൂടി നല്ല അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ കൂടുതലും തമിഴിയൻസ്, പിന്നെ നോർത്ത് ഇന്ത്യൻസ്, അങ്ങനത്തെ ആൾക്കാരായിരുന്നു അവിടെ കൂടുതലും വന്നിട്ടുണ്ടായിരുന്നു. മലയാളി ഫാമിലീസിൽ അങ്ങനെ നമ്മൾ കണ്ടില്ല കേട്ടോ അധികം അവിടെ. ഇതാണ് സുരുളി വാട്ടർഫോൾ കേട്ടോ. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു സെറ്റപ്പായിട്ടല്ല പോയത്, അതുകൊണ്ട് നമ്മൾ ആ സൈഡിൽ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കാലൊക്കെ ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് പോകുന്നു കേട്ടോ. പിന്നെ നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് അവിടെ കുറച്ച് നേരം നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ട് നമ്മൾ തിരിച്ചിങ്ങ് പോയിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ച് വരുന്നൊരു ജസ്റ്റ് ഒരു പോർഷൻ വീഡിയോ എടുത്താണ്. തിരിച്ച് വന്നപ്പോൾ നമുക്ക് നല്ലപോലെ മലയണ്ണാനെ കാണാൻ പറ്റി കേട്ടോ. എല്ലാം നല്ല സൂപ്പർ ഉറക്കമാണ്. പിന്നെ നമ്മൾ മുന്തിരിത്തോപ്പിലേക്ക് ഇറങ്ങി കേട്ടോ. നമ്മൾ വരുന്ന വഴിയെല്ലാം മുന്തിരിത്തോപ്പാണ്, പക്ഷെ നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി ചോദിച്ചിട്ട് നമ്മൾ കയറി. അവർ പറഞ്ഞത് കയറിക്കണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇറങ്ങുമ്പോൾ മുന്തിരി വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് മുന്തിരി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മൾ വൺ ഡേ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അത് നല്ലൊരു ട്രിപ്പായിരുന്നു, അതുപോലെ തന്നെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു. വൺ ഡേ ഉള്ളായിരുന്നെങ്കിലും ഒത്തിരി എൻജോയ് ചെയ്തുള്ളൊരു ട്രിപ്പായിരുന്നു. പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു കേട്ടോ. പോയി കാണാം എന്ന് നമ്മൾ നേരത്തെ തൊട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ മുന്തിരിപ്പാടം കാണാൻ പോകണമെന്ന്. പക്ഷേ നമുക്ക്
സമയം കിട്ടിയത് ഇപ്പോഴാണ്. നമ്മൾ പോയി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു കേട്ടോ അത്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു ഡേ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.